നമസ്കാരം. വാർത്താമഴ ആരംഭിക്കുകയാണ്. ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അതിനു മുൻപായി 24ന്റെ എല്ലാ വനിതാ പ്രേക്ഷകർക്കും അന്താരാഷ്ട്ര വനിതാ ദിനാശംസകൾ. നമ്മൾ ആദ്യ വാർത്തയിലേക്ക് കടക്കുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ പോലീസ് പരിശോധനയ്ക്കിടെ MDMA പാക്കറ്റുകൾ വിഴുങ്ങിയ യുവാവ് മരിച്ചു. മൈക്കാവ് സ്വദേശി ഷാനിദാണ് മരിച്ചത്. ലഹരിക്കേസുകളിൽ പ്രതിയായിരുന്നു ഷാനിദെന്ന് പോലീസ് പറഞ്ഞു. താമരശ്ശേരി അമ്പായത്തോട് പള്ളിക്ക് സമീപത്തെ പോലീസ് പരിശോധനയ്ക്കിടെയാണ് ഷാനിദ് കയ്യിൽ ഉണ്ടായിരുന്ന MDMA പാക്കറ്റോടെ വിഴുങ്ങിയത്. രക്ഷപ്പെടാൻ ശ്രമിച്ച ഷാനിദിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. താൻ MDMA പാക്കറ്റുകൾ വിഴുങ്ങിയെന്ന് ഷാനിദ് പോലീസിനോട് പറഞ്ഞു. പിന്നാലെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. എൻഡോസ്കോപ്പി നടത്തിയതിൽ പാക്കറ്റിനുള്ളിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള വസ്തുവാണെന്ന് കണ്ടെത്തി. പിന്നീട് MDMA ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അളവിൽ കൂടുതൽ MDMA ശരീരത്തിൽ എത്തിയാൽ മരണത്തിനിടയാക്കും എന്നതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഷാനിദിനെ പ്രവേശിപ്പിച്ചത്. രാവിലെ 11 മണിയോടെയാണ് മരണം സംഭവിച്ചത്. പാക്കറ്റ് ശരീരത്തിനുള്ളിൽ വെച്ച് പൊട്ടിയതാണ് മരണകാരണം എന്നാണ് പ്രാഥമിക വിവരം. ഷാനിദ് NDPS കേസുകളിൽ നേരത്തെയും പ്രതിയാണ്. MDMAയുമായി പിടിയിലായാൽ അതിന്റെ ശിക്ഷാ നടപടികളെ ഉണ്ടാകൂ. എന്നാൽ അത് വിഴുങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ജീവൻ തന്നെ നഷ്ടമാകുമെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. കോഴിക്കോട് നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പ്രദേശത്ത് നേരത്തെ മുതൽ മയക്കുമരുന്ന് ശല്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്ത് പോലീസ് നൈറ്റ് പെട്രോളിംഗ് നടത്തിയിരുന്നു. ഷാനിദ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി സംശയം തോന്നിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. നേരത്തെ ഇതിന്റെ മുന്നേ ചെറിയൊരു കേസ് പെട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ നാട്ടിലും അവനെ കൊണ്ട് ശല്യമൊന്നുമില്ല. ഇവിടുത്തേരനല്ല, അവൻ്റെ ഉമ്മൻ്റെ വീടാണിത്. അവൻ താമസിക്കുന്നത് കരിമ്പാലംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളെ ഈ മഹലിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ മഹലിൻ്റെ അധികാരത്തിൽപ്പെട്ട ആളുമല്ല. ഉമ്മയായിട്ട് എന്തോ പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല. നാട്ടുകാരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. വീട്ടിലിപ്പോൾ എപ്പോഴെങ്കിലാണ് സ്ഥിരമായിട്ട് ഇവിടെ വരുന്നൊന്നുമില്ല. മാസത്തിലോ 5 ദിവസം കൂടുമ്പോൾ ഒന്ന് വന്നു പോകുന്ന ആളാണ്. അതിപ്പോൾ ഉമ്മയായിട്ട് എന്തോ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അവനൊരു നാട്ടുകാർക്കും ഒരു വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടുള്ളൊരു മോനല്ല. പിന്നെ ഒരു പുരയിലാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ചോദിച്ചാലും ഒന്നും അങ്ങനത്തെ ഒരു എടുത്ത് ഞാൻ പറയാണ്ടതൊരു മോനാണ്. പിന്നെ ഇങ്ങനത്തെ കൂട്ടുകെട്ടിലെങ്ങാനും പോയിട്ടുണ്ടോ എന്നുള്ള സംശയം വലിയമ്മക്കുണ്ട്. അപ്പോൾ നേരം വൈകി വരുന്നതിനെ കൊണ്ടുള്ള അങ്ങനത്തതാണ്. അതുകൊണ്ട് അത് പറഞ്ഞ് ഉപദേശമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിങ്ങാണ്ട് ഓളോട് ദേഷ്യപ്പെടും. ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞാൻ അങ്ങനത്തേന് പോയതല്ല, വെറുതെ പറയുകയാണ്, അങ്ങനെയൊക്കെ പറയുന്നത്. ഷാനിദിന്റെ വസതിയിൽ നിന്ന് രാഹുൽ സുരേഷ് തത്സമയമുണ്ട്. രാഹുൽ, ഇദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചതായി അറിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ നാടുമായി അധികം ബന്ധമില്ലാത്ത ആൾ കൂടിയാണ്. പക്ഷെ നേരത്തെ ഇത്തരം പരാതികളും നടപടികളും ഒക്കെ ഷാനിദിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരവും. ആർക്കൊപ്പമാണ് ഷാനിദ് താമസിച്ചിരുന്നത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മൃതദേഹം എപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കും? അനുജ, ഷാനിദിൻ്റെ സ്വന്തം വീട് മൈക്കാവ് എന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഉള്ള ഈ വീട്ടിൽ ഷാനിദിൻ്റെ പിതാവിൻ്റെ മാതാവിനൊപ്പമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അമ്പായത്തോട് ആണ് ഈ വീടുള്ളത്. ഇവിടെ ഏറെക്കാലമായി ഷാനിദ് പിതാവിൻ്റെ മാതാവിനൊപ്പമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞ പോലെ തന്നെ ഷാനിദിനെ കൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെയും തോന്നിയിട്ടില്ല. പലപ്പോഴും ഈ ഉമ്മയ്ക്ക്, അതായത് ഷാനിദിൻ്റെ പിതാവിൻ്റെ മാതാവിന് സംശയം തോന്നിയിരുന്നു. അതുകൊണ്ട് പലപ്പോഴും ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ നിരസിക്കുകയാണ് പലപ്പോഴും ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രദേശത്ത് മയക്കുമരുന്നിൻ്റെ ഒരു ശല്യമുണ്ട്. അത് പോലീസിനെ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ സംഭവം ഉണ്ടാകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു സാഹചര്യം? ഇവിടെ നാട്ടുകാരൊക്കെ പലപ്പോഴും പറയുന്നത് തൊട്ടപ്പുറത്തൊക്കെ യുവാക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. കേരളത്തിൽ ഉടനീളമുണ്ടായ സാഹചര്യം പോലെ ഈ നാട്ടിലും സിന്തറ്റിക് ലഹരിയുടെയും MDMAയുടെയും വ്യാപനം അതിരൂക്ഷമാണ്. MDMAയോ സിന്തറ്റിക് ലഹരിയോ ആവശ്യമുള്ള ഒരാൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഈ ലഹരി വസ്തു കിട്ടാനുള്ള സാഹചര്യം ഇന്ന് നമ്മുടെയൊക്കെ നാട്ടുകളിലുണ്ട്. ഷാനിദ് MDMAയുടെയും സിന്തറ്റിക് ലഹരിയുടെയും ഇരയാണെന്നാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നാട്ടുകാരെന്ന നിലയിൽ ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഒക്കെ സിന്തറ്റിക് ലഹരിക്കെതിരായിട്ടുള്ള കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കുകയും ഇവിടെ ഒരുപാട് ആളുകൾ അങ്ങനെ മോചിപ്പിച്ചെടുത്തൊരു സ്ഥലം കൂടിയാണിത്. പക്ഷേ ക്രിയാത്മകമായ നടപടി, കുറച്ചുകൂടി കാര്യക്ഷമമായ നടപടി പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൊല്ലപ്പെടാനും മരിക്കാനും സാധ്യതയുണ്ട്. അമ്മയെ മകൻ വെട്ടിക്കൊന്ന സ്ഥലം ഇവിടുന്ന് മിനിറ്റുകൾ മാത്രമേ പോകാനുള്ളൂ, പുതുപ്പാടി. അതുപോലെ കഴിഞ്ഞ ആഴ്ച ചമലിൽ ഇലക്ട്രിക്കൽ ഉണ്ടായ സംഭവം, അനിയൻ ഏട്ടനെ
അതെ, ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ഇടം കൂടിയ താമരശ്ശേരി മാറുകയാണ്. 11/18 ഷാനുവിന്റെ മരണം സ്ഥിരീകരിച്ചത്. അല്പസമയത്തിനുള്ളിൽ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഷാനുവിന്റെ വസതിയിൽ നിന്ന് രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലഹരിക്കെതിരെയുള്ള ശക്തമായ പ്രചാരണങ്ങൾക്കിടെ കൊച്ചിയിൽ നിന്ന് പുറത്തുവരുന്നത് കുട്ടികളുടെ ലഹരി ഉപയോഗ കേന്ദ്രത്തെക്കുറിച്ചാണ്. പേരണ്ടൂർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്താണ് തീരം എന്ന് പേരിട്ട ലഹരി ഉപയോഗ കേന്ദ്രം. പലതവണ വിവരം അറിയിച്ചിട്ടും ഒരു തവണ പോലും പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. 24 ഇൻവെസ്റ്റിഗേഷൻ. എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ലഹരി ഉപയോഗിക്കാനായി കണ്ടെത്തിയ കേന്ദ്രത്തിന്റെ പേരാണ് തീരം. ആ തീരം കണ്ടെത്തി അവിടെ എത്തിയ ഞങ്ങൾക്ക് കാണാനായ ആദ്യത്തെ കാഴ്ചയായിരുന്നു ഇത്. ഇത്തരത്തിൽ രാസലഹരിയുടെ നിരവധി ഉപയോഗിച്ച കവറുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വിശാലമായ പേരണ്ടൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ ഈ ഭാഗമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പ്രധാന ലഹരി ഉപയോഗ കേന്ദ്രം. തീരമെന്ന ഓമന പേരിട്ടാണ് ഇവിടെ ലഹരി ഉപയോഗിക്കാൻ കുട്ടികൾ എത്തുന്നത്. വാട്സാപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും സന്ദേശം ലഭിച്ചാണ് ഇവിടേക്ക് ലഹരി ഉപയോഗത്തിന് കുട്ടികൾ എത്തുന്നത്. നാട്ടുകാർ പോലീസിന് വിവരമറിയിച്ചെങ്കിലും ഇങ്ങോട്ട് പോലീസ് വരാറില്ല. ഇതാണ് ലഹരി മാഫിയ തണലാക്കുന്നത്. എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്ഥലം. പ്രദേശത്താകെ ലഹരി ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ നിരവധി സിപ്പ് കവറുകൾ, ലഹരി ഉപയോഗിക്കാൻ പേപ്പറുകൾ വാങ്ങിയതിന്റെ തെളിവുകളും ഇവിടെ കാണാം. രാത്രി 7 മണി മുതൽ പുലർച്ചെ വരെ കുട്ടികൾ ഇവിടെ ഉണ്ടാകാറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇന്നലെ ഈ വിവരം സംസാരിച്ചതിനു പിന്നാലെ ചില വീടുകൾക്ക് നേരെ ലഹരി വലയത്തിൽപ്പെട്ടവർ കല്ലുകൾ വലിച്ചെറിഞ്ഞു. വിവരം പോലീസിൽ അറിയിച്ചെങ്കിലും പതിവ് പോലെ പോലീസ് എത്തിയില്ല. പെൺകുട്ടികളെ അടക്കം ഇവിടെ എത്തിച്ച് ലഹരി നൽകുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. രാഹുൽ VS-നൊപ്പം S. ശ്യാംകുമാർ, 24 കൊച്ചി. അതിനിടെ വയനാട്ടിൽ നിന്ന് വരുന്ന ഒരു വാർത്ത. ബാവലി ചെക്ക് പോസ്റ്റിൽ ലഹരിമരുന്ന് പരിശോധനയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥന് നേരെ ആക്രമണമുണ്ടായി എന്നതാണ്. സിവിൽ എക്സൈസ് ഓഫീസർ ജയ്മോനെ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ചു. സംഭവത്തിൽ ലഹരിക്കേസിൽ പ്രതിയായ ഹൈദറിനെ പോലീസ് പിടികൂടി. ഇന്നലെ രാത്രി 8:30 ബാവലി ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തുകയായിരുന്നു എക്സൈസ് സംഘം. ബൈക്കിൽ വന്ന ഹൈദറിനെ പരിശോധനയ്ക്കായി തടഞ്ഞതോടെ എക്സൈസ് ഉദ്യോഗസ്ഥൻ ജയ്മോനെ ഇടിച്ചു തെറിപ്പിച്ച് ബൈക്ക് മുന്നോട്ടു പോയി. ഗുരുതരമായി പരുക്കേറ്റ ജയ്മോനെ കോഴിക്കോട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജയ്മോന്റെ 3 പല്ലുകൾ നഷ്ടപ്പെട്ടു. താടിയെല്ലിനും ഗുരുതരമായി പരുക്കുണ്ട്. ഇന്നലെ വൈകുന്നേരം ബാവലി ചെക്ക് പോസ്റ്റിൽ വെച്ച് നമ്മൾ സംയുക്തമായ വാഹന പരിശോധന നടത്തിയത്. പരിശോധന കഴിഞ്ഞ് നമ്മൾ ഏകദേശം 2ാം ഗേറ്റ് കാട്ടിക്കുളം ഭാഗത്തേക്ക് തിരിച്ചു വരുന്നതിനിടയ്ക്ക് ഒരു ഇൻഫർമേഷൻ വരികയും ഒരു വാഹനം വരുന്നുണ്ടെന്ന് നമ്മൾ അറിയിക്കുകയും തുടർന്ന് നമ്മൾ ആ വാഹനം പരിശോധിച്ച് വരവെ തൊട്ടു പുറകിൽ വന്ന മറ്റൊരു വാഹനം കൈകാണിച്ച് നിർത്താതെ നമ്മളെ വെട്ടിച്ച് നമ്മളെ ഉദ്യോഗസ്ഥനെ ഇടിച്ചു ചേർത്തതിനു ശേഷം രക്ഷപ്പെടുകയാണ് ചെയ്തത്. നമ്മൾ തത്സമയം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള നടപടികൾ ചെയ്യുകയും ഈ പിയാനെ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തത്. ഹൈദറിനെ പോലീസ് പിന്നീട് പിടികൂടി. മാനന്തവാടിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. പരുക്കുള്ളതിനാൽ ഹൈദറിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇയാൾക്ക് പിറകിലായി മറ്റൊരു ബൈക്ക് യാത്രികൻ കൂടി ഉണ്ടായിരുന്നു. ഇരുവർക്കും ലഹരിക്കടത്തുമായി ബന്ധമുണ്ടെന്നാണ് എക്സൈസും പോലീസും കരുതുന്നത്. ഹൈദർ നേരത്തെ ലഹരിക്കടത്തിന് പിടിയിലായ ആളാണ്. 24 വയനാട്. MDMA ഇടനിലക്കാരനെ ബംഗളൂരുവിൽ പോയി പിടികൂടി കേരള പോലീസ്. ആലപ്പുഴ മാവേലിക്കര ചാരമൂട് സ്വദേശി സഞ്ജു ആർ പിള്ളയാണ് അറസ്റ്റിലായത്. പാലക്കാട് നോർത്ത് പോലീസാണ് ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് സഞ്ജു ആർ പിള്ളയെ പിടികൂടിയത്. കഴിഞ്ഞ വർഷം പാലക്കാട് നിന്ന് 31 ഗ്രാം MDMA-യുമായി പിടികൂടിയ യുവാവിന്റെ അക്കൗണ്ടിലൂടെയുള്ള പണമിടപാടുകളാണ് പ്രതിയെ കുടുക്കിയത്. ബംഗളൂരുവിലും കൊല്ലത്തും ലഹരിക്കടത്തിന് സഞ്ജു ആർ പിള്ളയ്ക്കെതിരെ കേസുണ്ടെന്നും പോലീസ് കണ്ടെത്തി. യുവാക്കളെ ലഹരിയിലേക്ക് ആകർഷിച്ച് പിന്നീട് MDMA കടത്തുക എന്ന രീതിയാണ് സഞ്ജു സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. 1 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പോലീസ് അന്വേഷണം പരിസമാപ്തിയിലെത്തിയത്. ഇയാളിൽ നിന്ന് നിലവിൽ ലഹരിയൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങളിൽ കൂടുതൽ MDMA ഇടനിലക്കാർ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. സഞ്ജുവിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. 24 പാലക്കാട്. പാലക്കാട്ട് വൻ കഞ്ചാവ് വേട്ട. 47 കിലോ കഞ്ചാവുമായി 2 പശ്ചിമ ബംഗാൾ സ്വദേശികൾ പിടിയിലായി. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. എക്സൈസും പോലീസും RPF-ഉം നടത്തിയ സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. കണ്ണൂരിലേക്ക് പോകാനാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് ഷാജിറും ലൗലിയും എത്തിയത്. ട്രോളി ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. പരിശോധനയിൽ 47 കിലോ കഞ്ചാവ് കണ്ടെടുത്തു.
പാലക്കാട് ഇറങ്ങി കണ്ണൂരിലേക്ക് പോകാനുള്ള ഉദ്ദേശത്തിലായിരുന്നു ഇവർ. ഇതിനു മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്ന ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിശോധന കർശനമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നടന്ന പരിശോധനയിൽ ഇത്ര വലിയ തോതിലുള്ള കഞ്ചാവ് പിടികൂടാൻ സാധിച്ചത്. ഷാജർ വർഷങ്ങളായി കണ്ണൂരിലാണ് താമസമെന്ന പോലീസിന് വിവരം ലഭിച്ചു. ഇയാൾ ഇതിനു മുൻപും പശ്ചിമ ബംഗാളിൽ നിന്ന് കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ലൗലി ഇയാളുടെ സുഹൃത്താണെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 പാലക്കാട്. ഡൽഹി വിമാനത്താവളത്തിൽ വയോധികയ്ക്ക് വീൽ ചെയർ നിഷേധിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. നടക്കുന്നതിനിടെ മുഖമിടിച്ചു വീണ് വയോധികയ്ക്ക് ഗുരുതര പരുക്കേറ്റു. നേരത്തെ ബുക്ക് ചെയ്തിട്ടും വീൽ ചെയർ നൽകിയില്ല എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, നിർബന്ധമായും ഇത്തരം സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നുള്ളതാണ്. ഇവിടെ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അധികൃതരുടെ വിശദീകരണം എന്താണ്? അനുജ, തീർച്ചയായും വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു വീഴ്ചയാണ് ഈ വിഷയത്തിൽ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് ഉള്ള വിമാനത്തിൽ കയറാനായി എത്തിയതായിരുന്നു വയോധികയും ഒപ്പം കൊച്ചുമകനും. ഇവർക്ക് പോകുന്നതിനായി ഈ വയോധികയ്ക്ക് 82 വയസ്സുണ്ട്. ഇവർക്കായി പ്രീ ബുക്ക് ചെയ്തിരുന്നു ഒരു വീൽ ചെയർ. എന്നിട്ടും ഏതാണ്ട് 1 മണിക്കൂറോളം വിമാനത്താവളത്തിൽ കാത്തിരുന്നിട്ടും പ്രീ ബുക്ക് ചെയ്ത ആ വീൽ ചെയർ ലഭിച്ചില്ല. തുടർന്ന് ഇവർ നടന്നു പോകാൻ നിർബന്ധിതരായി. ഇവർ നടന്നു പോകുന്നതിനിടെ എയർലൈനിന്റെ കൗണ്ടറിന് സമീപം ഈ വയോധിക മുഖമിടിച്ച് വീഴുകയും അവർക്ക് മൂക്കിലും മുഖത്തും മറ്റും പരിക്കേൽക്കുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ഈ പരിക്കേറ്റതിന് ശേഷമാണ് ഇവർക്ക് ഒരു വീൽ ചെയർ ലഭിച്ചത്. അവർ ഈ വിമാനത്തിൽ യാത്ര തുടർന്നു. ഇത്തരത്തിൽ വീണ് ഗുരുതര പരിക്ക് ഇവർക്ക് മേൽചുണ്ടിലും മൂക്കിലും നെറ്റിയിലും ഉൾപ്പെടെ പരിക്കേറ്റ ശേഷവും യാതൊരു പ്രാഥമിക ചികിത്സ പോലും വിമാനത്താവളത്തിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ എയർലൈൻ കമ്പനി എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ ലഭിച്ചില്ല എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ പരിക്കുകളോടെ തന്നെ ഈ വയോധിക ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്യുകയും ബംഗളൂരുവിൽ എത്തിയ ശേഷം പിന്നീട് ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയുമായിരുന്നു. ഇവർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായ നിലയിൽ ICUവിൽ തന്നെ തുടരുകയാണ് ഇവർ എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അതേസമയം ഈ വിഷയത്തിൽ അന്വേഷിക്കാം എന്ന മറുപടി മാത്രമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിരിക്കുന്നത്. ഗുരുതര സ്വഭാവമുള്ള ഇത്തരത്തിൽ പ്രായമായ ഒരു വയോധികയ്ക്ക് പ്രീ ബുക്ക് ചെയ്ത ശേഷവും ഇത്തരത്തിൽ വീൽ ചെയർ ലഭിച്ചില്ല എന്നതിനൊപ്പം തന്നെ അവർക്ക് പരിക്കേറ്റിട്ടും ഫസ്റ്റ് എയ്ഡ് പോലും നൽകാൻ തയ്യാറായില്ല എന്നുള്ള ആരോപണവും ഉയർന്നിട്ടുണ്ട്. അനുജ, ശരി, ഡൽഹി വിമാനത്താവളത്തിലാണ് ഗുരുതരമായ വീഴ്ചയുണ്ടായത്. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ് ഗുരുതരമായ വീഴ്ചയെന്നാണ് മനസ്സിലാക്കുന്നത്. നടക്കുന്നതിനിടെ മുഖമിടിച്ചു വീണ് വയോധികയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തവർ നേരത്തെ തന്നെ വീൽ ചെയർ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്, പ്രീ ബുക്ക് ചെയ്തതെന്നാണ്. എന്നിട്ട് പോലും വീൽ ചെയർ നൽകിയില്ല. പരുക്കേറ്റിട്ട് അവർക്ക് ഫസ്റ്റ് എയ്ഡ് നൽകാനും തയ്യാറായിട്ടില്ല. പരിശോധിക്കാമെന്ന മറുപടിയാണ് നിലവിൽ എയർ ഇന്ത്യ നൽകുന്നത്. ഇനി വാർത്താമഴ പോകുന്നത് കൊല്ലത്തേക്ക്. CPIM സമ്മേളനത്തിൽ നയം മാറ്റ ചർച്ച. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് ഇന്ന് CPIM കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറുപടി നൽകും. പാർട്ടി പ്ലീനം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടെന്ന് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചിരുന്നു. 2013 പാലക്കാടും 2015 കൊൽക്കത്തയിൽ നടന്ന പാർട്ടി പ്ലീനങ്ങൾ തെറ്റായ പ്രവണതകൾ തിരുത്താനുള്ള തീരുമാനങ്ങളെടുത്തിരുന്നു. എന്നാൽ ഇത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രാദേശിക തലം മുതൽ ജനങ്ങളും നേതാക്കളുമായുള്ള ബന്ധത്തിൽ ഇത് വിടവുണ്ടാക്കിയെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലെ പ്രശ്നങ്ങൾ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികളും ചൂണ്ടിക്കാട്ടി. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സമിതി ഇടപെട്ടിട്ടും തിരുത്തൽ നടന്നില്ല. ഇതിനായി പ്രത്യേക മാർഗരേഖ തയ്യാറാക്കണമെന്ന ആവശ്യവും ഉയർന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും വിമർശനമുയർന്നിരുന്നു. നിലപാടുകളിൽ വ്യക്തത വേണമെന്നായിരുന്നു ആവശ്യം. സ്ഥാനമാനങ്ങളിൽ കണ്ണൂർ പക്ഷപാതിത്വവും ആരോപിക്കപ്പെട്ടു. ഇതിനു പുറമെ മന്ത്രിമാർക്കെതിരെയും നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യക്കെതിരെയും ആശാവർക്കേഴ്സിന്റെ സമരം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കാതിരുന്ന സർക്കാർ നിലപാടിനെതിരെയുമെല്ലാം വിമർശനങ്ങൾ ഉയർന്നു. വൈകിട്ട് സംഘടനാ റിപ്പോർട്ടിന്മേൽ നടക്കുന്ന ചർച്ചയിൽ CPIM കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടായിരിക്കും ആദ്യം മറുപടി പറയുക. അതിനുശേഷം പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറയും. ടീം 24 കൊല്ലം. CPIMന്റെ നയം മാറ്റം പ്രകടമാക്കുന്ന നവകേരള രേഖയിൽ പൊതുചർച്ച തുടരുകയാണ്. CPIM സമ്മേളന വേദിയിൽ നിന്ന് വിശദാംശങ്ങളുമായി R ശ്രീജിത്ത് തത്സമയം. ശ്രീജിത്ത്, വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ
സ്വകാര്യ നിക്ഷേപം കൂടാതെ സെസ്സും ഫീസും ഒക്കെ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് അതൊരു നയംമാറ്റം എന്ന് നമ്മളൊക്കെ വിലയിരുത്തുമ്പോഴും അതിൽ നയംമാറ്റമില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. ചർച്ച ഏത് തരത്തിൽ പുരോഗമിക്കുന്നു എന്നതിൻ്റെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അനുജ, രാവിലെ 9:30 ആരംഭിച്ച നവകേരള രേഖയിന്മേലുള്ള പൊതുചർച്ച അല്പസമയത്തിനകം ഉച്ചഭക്ഷണത്തിന് പിരിയും. അതോടുകൂടി നമുക്ക് ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നവകേരള രേഖയുമായി ബന്ധപ്പെട്ട് CPIM ഇതുവരെ സ്വീകരിച്ചിരുന്ന നയങ്ങളിൽ നിന്നൊരു വഴിമാറി നടക്കലാണ് എന്ന കാര്യം ഉറപ്പാണ്. പൊതുമേഖലാ വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്ന നിലപാട് സ്വീകരിച്ചിരുന്ന സ്വകാര്യവൽക്കരണത്തെ എതിർക്കുന്ന CPIM ഇപ്പോൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പുനരുദ്ധാരണം വേണ്ട ഈ PSUകൾ നവീകരിക്കാമെന്നൊരു നിലപാടിലേക്ക് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ സ്വകാര്യ സംരംഭകർ താൽപര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നാൽ അവരുമായി കരാറിൽ ഏർപ്പെടാമെന്നും വന്നിരിക്കുന്നു. ഇത് പ്രകടമായ നയമാറ്റമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനോട് എങ്ങനെയാണ് പ്രതിനിധി സമ്മേളനം പ്രതികരിക്കുക എന്നാണ് അറിയാനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച രേഖയിൽ കാര്യമായ വിമർശനങ്ങൾക്കോ എതിർപ്പുകൾക്കോ സാധ്യതയില്ല എന്നാണ് പൊതുവിൽ പുറത്തുവരുന്ന വിവരം. കാരണം നേരത്തെ നവകേരള കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സർവകലാശാലകൾ അടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെതിരെയൊന്നും കാര്യമായ എതിർപ്പ് വന്നിരുന്നില്ല. എന്തായാലും ചർച്ചയിൽ ഉയർന്ന വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. ശരി, CPIMന് നയംമാറ്റം പ്രകടമാക്കുന്ന നവകേരള രേഖയിൽ മുഖ്യമന്ത്രിയാണ് ഈ രേഖ അവതരിപ്പിച്ചത്. പൊതുചർച്ച തുടരുകയാണ്. അത് ഏത് തരത്തിലേക്ക് പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. നാളെയാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകുന്നത്. വിവാദങ്ങൾക്കിടെ ഒടുവിൽ കൊല്ലത്തെ CPIM സംസ്ഥാന സമ്മേളന വേദിയിൽ സ്ഥലത്തെ പാർട്ടി MLA M മുകേഷ് എത്തി. ജോലി സംബന്ധമായ കാര്യത്തിന് മാറി നിന്നതാണ് എന്നും നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നുമാണ് മുകേഷിന്റെ പ്രതികരണം. തന്നോടുള്ള കരുതലിന് നന്ദിയെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് M മുകേഷ് പരിഹാസത്തോടെ മറുപടി നൽകി. 2 ദിവസം ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഉള്ള ഒരു ഫ്രീ വന്നപ്പോഴത്തേക്ക് നേരത്തെ കൊടുത്തതാണ്. അവിടെ പോയിട്ട് തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊല്ലത്തുനിന്ന് ഞാൻ ഇങ്ങോട്ടോ മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും നമ്മളില്ലാതെ കൊല്ലം ഇല്ല, അത്രേ ഉള്ളൂ. സംസ്ഥാന സമ്മേളന വേദിയിൽ M മുകേഷിന്റെ അസാന്നിധ്യം ഏറെ ചർച്ചയായിരുന്നു. CPIM സംസ്ഥാന സമ്മേളനം നാളെ സമാപിക്കും. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തന്നെ തുടർന്നേക്കും. പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും സെക്രട്ടേറിയറ്റിനെയും നാളെ അറിയാം. വ്യാഴാഴ്ച തുടങ്ങിയ CPIM സംസ്ഥാന സമ്മേളനം ആശ്രാമം മൈതാനത്തെ പൊതുസമ്മേളനത്തോടെ നാളെ സമാപിക്കും. 2 ലക്ഷം പേർ പൊതുസമ്മേളനത്തിന്റെ ഭാഗമാകും. പുതിയ സംസ്ഥാന ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രാഥമിക ചർച്ചയും ഇന്ന് ചേരുന്ന അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിലുണ്ടാകും. പുതിയ ജില്ലാ സെക്രട്ടറിമാരെ കൂടാതെ യുവാക്കൾക്ക് പ്രാധാന്യം നൽകുന്നതാകും സംസ്ഥാന കമ്മിറ്റി. പ്രായപരിധി മാനദണ്ഡ പ്രകാരം 7 പേർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകും. അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കാര്യമായ പൊളിച്ചെഴുത്തിന് സാധ്യതയില്ല. വിഭാഗീയത രൂക്ഷമായ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള സൂസൻ കൂടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തുപോയേക്കും. എറണാകുളം സമ്മേളനത്തിൽ തുടക്കമിട്ട തലമുറ മാറ്റം കൊല്ലം സമ്മേളനത്തോടെ പൂർത്തിയാകും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പടക്കം മുന്നിൽ കണ്ട് സംഘടനയെ കൂടുതൽ ചലിപ്പിക്കാൻ പര്യാപ്തമായ നേതൃത്വമാകും പുതിയതെന്നാണ് സൂചന. അരുൺ രാജ്, 24, കൊല്ലം. ഇനി ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ റിപ്പോർട്ടിലേക്ക്. വനിതാ ദിനത്തിൽ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുകയാണ് ആശാ വർക്കേഴ്സ്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകൾ സമരത്തിന്റെ ഭാഗമായി. സംസ്ഥാന സർക്കാർ അവഗണനയ്ക്കെതിരെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു വിഭാഗം ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് 27ാം ദിവസത്തിലാണ്. വനിതാ ദിനമായ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചാണ് സമരം ശക്തമാക്കിയത്. വിവിധ മേഖലയിലുള്ളവർ സമരത്തിന് പിന്തുണയുമായി എത്തി. 232 രൂപ ഒരു ദിവസം കൂലിക്ക് അവർ ജോലി ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നത് പോലെ ഒരു അശ്ലീലം മറ്റൊന്നുമില്ല. സ്ത്രീകളെ പച്ചത്തെറിയിൽ വിളിക്കുന്ന CITU നേതാക്കൾ കാട്ടുന്ന പിതൃമേധാവിത്വ രാഷ്ട്രീയവും അവർക്ക് കാണാൻ പറ്റുന്നില്ല. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ സർക്കാർ അവഗണിക്കുന്നെന്ന് സംവിധായിക പാരോമിത ബോറ കുറ്റപ്പെടുത്തി. They do the work of caring for society, which really should be done by our governments for us, right? We want to live in a world where there is equality and justice, but also love and care. Both the things should be together. നഴ്സസ് സംഘടന UN ഉൾപ്പെടെയുള്ള സംഘടനകളും ആശാ വർക്കേഴ്സിന് പിന്തുണ പ്രഖ്യാപിച്ചു. ആശാവർക്കർമാരുടെ സമരത്തിന് ഇന്നിവിടെ പിന്തുണയുമായി സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ഒരുപാട് സ്ത്രീകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ശക്തരായ സ്ത്രീകൾ, പലതരത്തിൽ കഴിവ് തെളിയിച്ചവർ എല്ലാവരും തന്നെ ഇവർക്ക് ഒരേ സ്വരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ആശാവർക്കർമാരുടെ സമരവേദിയിൽ നിന്ന് ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം സ്മിത ഹരിദാസ്, 24.
വനിതാ ദിനത്തോടനുബന്ധിച്ച് 24-ഉം ഫ്ലവേഴ്സും സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റൺ ഇന്ന് കൊച്ചിയിൽ. വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പ്രമുഖർ റണ്ണിന്റെ ഭാഗമാകും. പെൺകരുത്തിന്റെ പ്രാധാന്യവും സ്ത്രീ സമത്വബോധവും ഊട്ടിയുറപ്പിക്കാനും വനിതകളുടെ സാമൂഹ്യ തുല്യതയ്ക്ക് ഊർജം പകരാനും ലോകമെമ്പാടും സംഘടിപ്പിക്കുന്ന അവബോധയജ്ഞത്തിൽ ഫ്ലവേഴ്സും 24-ഉം പങ്കുചേരുകയാണ്. ഇന്ന് നടക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റൺ ചരിത്രത്തിന്റെ ഭാഗമാകും. രാത്രി 9-ന് കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടൻ ജയസൂര്യ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. നമ്മളത് 2023 തുടങ്ങിയത്, 3 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. സ്ത്രീ ശാക്തീകരണം, അതുപോലെ തന്നെ ഒരു തുല്യനീതി ഇതൊക്കെ ഉറപ്പുവരുത്താനും, അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അറിയാലോ, മദ്യം, മയക്കുമരുന്ന്, അതിനപ്പുറത്ത് കുട്ടക്കൊലകൾ, അപ്പോൾ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ തന്നെയാണ് അതൊക്കെ നിലയ്ക്ക് നിർത്താൻ മുന്നിട്ടിറങ്ങേണ്ടത്. ഇതൊരു സന്ദേശമാണ് ഫ്ലവേഴ്സും 24-ഉം. ഇങ്ങനെയുള്ള ഒരു വനിതാ ശാക്തീകരണം അല്ലെങ്കിൽ ഒരു മുന്നേറ്റ ഒരു റൺ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദർബാർ ഹാൾ മുതൽ 5 കിലോമീറ്റർ ദൂരത്തിലാണ് പിങ്ക് മിഡ് നൈറ്റ് റൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കും 30 വയസ്സിന് മുകളിലുള്ളവർക്കുമായി 2 കാറ്റഗറികളിലാണ് മിഡ് നൈറ്റ് റൺ ഒരുക്കിയിരിക്കുന്നത്. ആകർഷകമായ സമ്മാനങ്ങളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. പിങ്ക് മിഡ് നൈറ്റ് റണ്ണിലൂടെ 2500-ലധികം വനിതകൾ ഓടിക്കയറുന്നത് കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് കൂടിയാണ്. കൊച്ചിയിൽ നിന്ന് AS അഭിജിത്തിനൊപ്പം അശ്വിൻ പാലാഴി, 24. കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്ന് ശ്രീകാന്ത് തത്സമയം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇത് നമ്മുടെ 3ാമത്തെ പിങ്ക് മിഡ് നൈറ്റ് റണ്ണാണ്. ഇത്തവണത്തെ പ്രത്യേകതകൾ, പുതുമകളൊക്കെ എന്തൊക്കെയാണ്? ചരിത്രം കുറിക്കാൻ നമ്മൾ വീണ്ടും ഒരുങ്ങുകയാണല്ലോ. അഞ്ചാതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പിങ്ക് മിഡ് നൈറ്റ് റൺ രാത്രി 9 മണിക്ക് നടക്കുന്ന കൊച്ചിയിലെ ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ്. നമ്മുടെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ നേരത്തെ ഇവിടെ എത്തി ഇതിന്റെ പണികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. രാത്രി ഏതാണ്ട് 9 മണിയാകുമ്പോൾ 8:30-ക്ക് തന്നെ നമ്മുടെ പരിപാടി തുടങ്ങും. 9 മണിക്കാണ് അതിന്റെ ഫ്ലാഗ് ഓഫ് അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 3ാമത്തെ പിങ്ക് മിഡ് നൈറ്റ് മാരത്തണാണ് നടക്കാൻ പോകുന്നത്. പെൺകരുത്തിന്റെ പ്രാധാന്യവും സ്ത്രീ സമത്വ അവബോധവും ആവർത്തിച്ചുറപ്പിക്കാനും വനിതകളുടെ സാമൂഹിക തുല്യതയ്ക്ക് ഊർജം പകരാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് നമ്മുടെ ഈ പിങ്ക് മിഡ് നൈറ്റ് മാരത്തൺ. ഫ്ലവേഴ്സും 24-ഉം സംയുക്തമായാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നടക്കുന്ന ഈ പിങ്ക് മിഡ് നൈറ്റ് റൺ ചരിത്രത്തിന്റെ ഭാഗമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അങ്ങനെ ഇത് ചരിത്രത്തിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നമ്മുടെ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നല്ല വെയിലുണ്ട്. ദർബാർ ഹാൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്കറിയാം, തുറന്ന് വിശാലമായി കിടക്കുന്ന ഗ്രൗണ്ടാണ്. നല്ല വെയിലുണ്ട്. ഈ വെയിലെത്തും. ഈ വൈകിട്ട് വരുന്ന നമ്മുടെ അതിഥികൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീജനങ്ങളാണ്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ ഈ ചരിത്ര സംഭവത്തിന്റെ ഭാഗമാകുന്നതിന് എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രാത്രി 9-ന് കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടൻ ജയസൂര്യ ഇതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മങ്ങൾ നിർവഹിക്കും. 5 കിലോമീറ്റർ ദൂരത്തിൽ 2500-ലധികം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഇതിനോടകം അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കും 30 വയസ്സിന് മുകളിലുള്ളവർക്കുമായി 2 കാറ്റഗറികളിലായാണ് ഈ മിഡ് നൈറ്റ് റൺ ഒരുക്കിയിരിക്കുന്നത്. ആകർഷകമായ സമ്മാനങ്ങൾ ഇതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുമുണ്ട്. ആ കാണുന്ന വേദിയിൽ സൂംബ ഡാൻസ് അടക്കമുള്ളവ നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് വിവിധ കലാപരിപാടികൾ കാണാൻ സാധിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട അവതാരകർ ഇവിടെ എത്തുന്നുണ്ട്. മറ്റ് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ, കലാമേഖലയിലെ ഒക്കെ തന്നെ പ്രമുഖർ ഇവിടെ എത്തുന്നുണ്ട്. ഒരു വലിയ സംഭവം, ഒരു മെഗാ ഇവന്റ് ആയി മാറാൻ പോകുന്നു നമ്മുടെ പിങ്ക് മിഡ് നൈറ്റ് മാരത്തൺ എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കൃത്യം 9 മണിക്ക് ജയസൂര്യ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടെ പിങ്ക് മിഡ് നൈറ്റ് റൺ ഇത്തവണത്തേതിന് തുടക്കമാകും. 5 കിലോമീറ്റർ ദൂരമാണ് സ്ത്രീകൾ ഇത്തവണ റണ്ണിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തവണയും ആ തരത്തിലേക്ക് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. കൃത്യം 9 മണിക്ക് ഫ്ലാഗ് ഓഫ്. എന്നാൽ 6 മണിയോടെ തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ ഭാഗമാകുന്ന എല്ലാവർക്കും ആശംസ നേർന്ന് സംസ്ഥാന ടൂറിസം വകുപ്പ്. വനിതാ ദിനാഘോഷം പിങ്ക് മിഡ് നൈറ്റ് റണ്ണിലൂടെ അവിസ്മരണീയമാകുമെന്ന് ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ രാജീവ് GL പറഞ്ഞു. 24-ഉം ഫ്ലവേഴ്സും ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പിങ്ക് മിഡ് നൈറ്റ് റൺ സംഘടിപ്പിക്കുന്നത്. പിങ്ക് മിഡ് നൈറ്റ് റൺ ആഘോഷമാക്കാൻ എറണാകുളം ഒരുങ്ങുമ്പോൾ ടൂറിസം വകുപ്പും ആവേശത്തിലാണ്. 1000-ലധികം വനിതകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ വലിയ പ്രതീക്ഷയാണ് ടൂറിസം വകുപ്പിന്. പങ്കെടുക്കുന്ന എല്ലാവർക്കും വനിതാ ദിനാശംസകളും നേരുകയാണ് ടൂറിസം വകുപ്പ്. പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന് എല്ലാ ആശംസകളും നേരുകയാണ്.
സ്ത്രീ സൗഹാർദ്ദ വിനോദസഞ്ചാര പദ്ധതിക്ക് തുടക്കമിട്ട ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. വനിതാ ശാക്തീകരണത്തിനൊപ്പം കേരളം സുരക്ഷിത ഇടമാണെന്ന സന്ദേശം മുന്നോട്ട് വെക്കാൻ ഈ പരിപാടിയിലൂടെ സാധിക്കും. 24ഉം ഫ്ലവേഴ്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ്നൈറ്റ് റണ്ണിൽ ടൂറിസം വകുപ്പിന്റെയും സഹകരണമുണ്ട്. ധാരാളം വനിതകൾ ഒറ്റയ്ക്കും കൂട്ടായും യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മുടെ ഒരു യാത്രയുടെ ഒരു സങ്കല്പം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരം പരിപാടികളിലൂടെ നമ്മുടെ നാട് സുരക്ഷിതമാണെന്നും സ്ത്രീകൾക്ക് സഞ്ചരിക്കാനും യാത്ര ചെയ്യാനും വിനോദസഞ്ചാരത്തിനായിട്ട് എത്തിച്ചേരാവുന്ന സുരക്ഷിതമായ ഒരിടം ആണ് എന്നുള്ള സന്ദേശമാണ് നമുക്കിതിലൂടെ കൊടുക്കാൻ കഴിയുന്നത്. 15 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കും 30 വയസ്സിന് മുകളിലുള്ളവർക്കും 2 കാറ്റഗറികളിലായാണ് മിഡ്നൈറ്റ് റൺ ഒരുക്കുന്നത്. 24 തിരുവനന്തപുരം. രാജ്യം സ്ത്രീകളുടെ നേതൃത്വത്തിൽ മുന്നേറുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത 24നോട്. വനിതകളുടെ നേതൃത്വത്തിലുള്ള സർക്കാരും വനിതകളുടെ നേതൃത്വത്തിലുള്ള വികസനവുമാണ് തന്റെ ലക്ഷ്യം. എല്ലാവർക്കും മുഖ്യമന്ത്രി രേഖ ഗുപ്ത വനിതാ ദിനാശംസ നേർന്നു. വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത 24നോടൊപ്പം ചേരുകയാണ്. ഹലോ മാം, ഗുഡ് മോർണിംഗ്. गुड मॉर्निंग. वेरी हैप्पी टू मीट यू. 8 मार्च इंटरनेशनल वुमेंस डे. मेरी ओर से देश भर की सभी बहनों को बहुत बहुत शुभकामनाएं और आप अपने सपने देखना ना छोड़ें. उड़ान आपको मिलती रहेगी. आप सब आगे बढ़ें और देश आपके नेतृत्व में तरक्की करे. विद ऑल माय विशेस, हैप्पी इंटरनेशनल डे. Ma'am, after 27 years back and BJP government in Delhi, and what's your vision, ma'am? Women-led government and women-led development is my vision in the netritwa of Narendra Modi ji, and we will follow him for a better limitless India with the help of better limitless Delhi. And what's your priority? Thank you. സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പദ്ധതികളും ഡൽഹി സർക്കാർ നടപ്പാക്കും. ഒപ്പം തന്നെ വനിതാ ദിനത്തിൽ വനിതകൾക്കായി ഡൽഹി മുഖ്യമന്ത്രി ആശംസകളും നേർന്നിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി, 24. CPIM നേതൃത്വത്തിലേക്ക് കൂടുതൽ വനിതകൾ എത്തുമോ? വനിതാ ദിനമായി ഇന്ന് കൊല്ലത്തെ സംസ്ഥാന സമ്മേളന വേദിയിൽ നേതാക്കളോട് 24 ഇക്കാര്യം ചോദിച്ചു. മുഖ്യമന്ത്രിയും ജില്ലാ സെക്രട്ടറിമാരും ഒക്കെയായി വനിതകൾ എത്തുമെന്നാണ് നേതാക്കളുടെ ഉറപ്പ്. കേരളത്തിൽ ഭാവിയിൽ വനിതാ മുഖ്യമന്ത്രി വരുമെന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. വനിതകൾ മുഖ്യമന്ത്രിയാകുന്നതിന് CPIM എതിരല്ല. ചെറുപ്പക്കാരികളുടെ കൂട്ടത്തിൽ നല്ല കാര്യഗൗരവമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ധാരാളം പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട്. ഭാവിയിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം കൈവന്നുകൂടായികയില്ല. അത് സംവരണമായിട്ട് മുഖ്യമന്ത്രിയാവുക എന്നുള്ളതല്ല. അതൊരു സ്വാഭാവികമായിട്ടൊരു സാധ്യതയായിട്ട് അല്ലെങ്കിൽ ആവശ്യകതയായിട്ട് ചിലപ്പോൾ ഉയർന്നു വരും. CPIMൽ ഭാവിയിൽ ജില്ലാ സെക്രട്ടറിയായും വനിതകൾ വരുമെന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം TP രാമകൃഷ്ണൻ. സമ്മേളനങ്ങളിൽ നേതൃത്വത്തിലേക്ക് കൂടുതൽ വനിതകളെത്തി. പല ഘടകങ്ങളുടെയും ഭാരവാഹി സ്ഥാനത്തേക്ക് സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത. സമ്മേളനത്തിൽ തന്നെ 75 വനിതാ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാർട്ടി ഇപ്പോഴും ശ്രമിക്കുന്നത് വനിതാ മെമ്പർഷിപ്പിന്റെ എണ്ണം പാർട്ടിക്കകത്ത് വർദ്ധിപ്പിക്കാനാണ്. വനിതകൾക്ക് പാർട്ടിയിൽ പരിഗണന ഉണ്ടെന്നായിരുന്നു മന്ത്രി KN ബാലഗോപാലിന്റെയും പ്രതികരണം. വനിതകൾ ഇന്ന് എല്ലാ രംഗത്തും പ്രത്യേക സംവരണമൊന്നും ആവശ്യമില്ലാതെ തന്നെ കൂടുതൽ മുൻകൈയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. കേരളത്തിലാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലേക്ക് അവർ വരുന്നുണ്ട്. നാട്ടിലെ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും താഴെ തലം മുതൽ ഏറ്റവും ഉയർന്ന തലം വരെ വനിതകളുണ്ട്. അവർക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാവും. തീർച്ചയായും അവരെല്ലാം കൂടി ചേർന്ന് തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേതൃത്വ പദവികളിൽ കൂടുതൽ വനിതകൾ വേണമെന്നത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തീരുമാനമാണ്. ഉയർന്ന ഘടകങ്ങളിലേക്ക് ഘട്ടം ഘട്ടമായി വനിതകൾ വരുമെന്നാണ് നേതൃത്വം കരുതുന്നത്. കൊല്ലത്ത് നിന്ന് ദീപക് ധർമ്മടം, 24. ഈ വനിതാ ദിനത്തിൽ പുറത്തുവരുന്ന ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് ഇനി. കർണാടക ഹംപിയിൽ നിന്നാണ് ആ വാർത്ത വരുന്നത്. വിദേശ വനിതയുൾപ്പെടെ 2 സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു. വിദേശ പൗരനുൾപ്പെടെ ഒപ്പമുണ്ടായിരുന്ന പുരുഷന്മാരെ കനാലിലേക്ക് തള്ളിയിട്ട ശേഷമായിരുന്നു അതിക്രമം. കനാലിൽ നിന്ന് ഒഡീഷ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. കർണാടക സ്വദേശിനിയുടെ ഹോം സ്റ്റേയിൽ താമസത്തിനെത്തിയ 4-അംഗ സംഘമാണ് അതിക്രൂര ആക്രമണത്തിന് ഇരയായത്. അമേരിക്കൻ പൗരനും 27 വയസ്സുമുള്ള ഇസ്രയേലി യുവതിയും മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുമാണ് താമസത്തിനെത്തിയത്. പ്രശസ്തമായ സോനാർ തടാകത്തിന് സമീപം രാത്രി വാനനിരീക്ഷണത്തിന് പോയതായിരുന്നു സംഘം. പെട്രോൾ പമ്പ് ചോദിച്ചെത്തിയ ചിലരാണ് ആക്രമണം നടത്തിയത്. പമ്പിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞതോടെ സഞ്ചാരികളോട് അക്രമികൾ പണം ആവശ്യപ്പെട്ടു.
എതിർത്തതോടെ പുരുഷന്മാരെ ആക്രമിച്ച് കനാലിലേക്ക് തള്ളിയിടുകയായിരുന്നു. പിന്നാലെ ഇസ്രയേലി യുവതിയെയും ഹോം സ്റ്റേ നടത്തിപ്പുകാരിയെയും മർദ്ദിച്ച ശേഷം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. വെള്ളത്തിൽ വീണ അമേരിക്കൻ പൗരനും മഹാരാഷ്ട്ര സ്വദേശിയും നീന്തി കരയ്ക്ക് കയറി. ഒഡീഷ സ്വദേശിയെ കാണാതായി. അവശരായ സ്ത്രീകളെ ആശുപത്രിയിലേക്ക് മാറ്റി. യുവാവിനായി രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. രാവിലെ മൃതദേഹം കരയ്ക്കടിയുകയായിരുന്നു. സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതികൾ. പ്രതികളെ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയാണ്. 6 സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഗംഗാവതി പോലീസ് പറഞ്ഞു. 24 ബംഗളൂരു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസ പട്ടികയിൽ വ്യാപക അപാകതയുണ്ടെന്ന് CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബു. റവന്യൂ വകുപ്പല്ല, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയത്. അട്ടമല, പടവെട്ടിക്കുന്ന് സ്വദേശികളെയും പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും EJ ബാബു ആവശ്യപ്പെട്ടു. സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്, ഇക്കാര്യത്തിൽ ദുരന്തബാധിതർ നേരത്തെ തന്നെ പല കുറി ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് അപാകത ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ CPI പറയുന്നത് എന്താണ്? ഇതിൽ റവന്യൂ വകുപ്പിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണോ? അനുജ, പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് CPIയുടെ ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. ഇവർ പറയുന്ന കാര്യം ഈ ലിസ്റ്റ് തയ്യാറാക്കിയത് DDMA ആണ്. DDMAക്കാണ് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്വം എന്നുള്ള ആക്ഷേപമാണ് ജില്ലാ സെക്രട്ടറി EJ ബാബു, ഒപ്പം തന്നെ സംസ്ഥാന കൗൺസിൽ അംഗം PK മൂർത്തി എന്നിവർ ഉന്നയിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഈ ആക്ഷേപത്തിന്റെ കാരണം? ഈ പുനരധിവാസത്തിന്റെ ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് DDMA ആണ്. DDMAന്റെ വൈസ് ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പ്രദേശത്തുകാരനാണ്. അതിനുപരി മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടി ഉൾക്കൊള്ളുന്ന DDMAയിലെ ക്ഷണിതാക്കൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ വാർഡ് മെമ്പർ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അവരുണ്ടാക്കിയ ലിസ്റ്റിൽ അർഹതപ്പെട്ട ആളുകൾ മാറിപ്പോയി എന്നുള്ളതാണ് വിഷയം. ഈ അർഹതപ്പെട്ട ആളുകളെ കൂടി ഉൾക്കൊള്ളിക്കണമെന്നാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം. ഇതിനകത്ത് സബ് കളക്ടറാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്. ആ ലിസ്റ്റ് അംഗീകരിക്കുക മാത്രമാണ്, അല്ലെങ്കിൽ അതിനകത്തൊരു ഇടപെടൽ അവർക്ക് കൃത്യമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ്. ഈ സബ് കളക്ടർ ഉണ്ടാക്കിയ ലിസ്റ്റ് കേവലം വായിച്ച് അംഗീകരിക്കാൻ വേണ്ടി അല്ലല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കേണ്ടത്. അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അത് പരിഹരിച്ചുകൊണ്ട് ലിസ്റ്റ് അംഗീകരിക്കല്ലേ വേണ്ടത്. ഭാഗികമായി ലിസ്റ്റ് അംഗീകരിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആ അപാകത കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആ അപാകതകൾ പരിഹരിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് ഉണ്ടാക്കണം, ഇതാണ് ഞങ്ങളുടെ ആവശ്യം. എന്നിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗവൺമെന്റിനെയും റവന്യൂ വകുപ്പ് മന്ത്രിയും കുറ്റം പറയുകയാണ്. ഇതിൻ്റെ അകത്തുള്ള പൊരുത്തക്കേടുണ്ട്. ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ട ആൾ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അവർ തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നു. ഞങ്ങൾ ഈ വിഷയത്തിൽ പറയുന്ന കാര്യം അർഹതപ്പെട്ട ആളുകളെ എല്ലാം ഈ ലിസ്റ്റിൽ വരുത്തേണ്ടതാണ്. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. നിലവിൽ പടവട്ടിക്കുന്ന്, അട്ടമല, ഒപ്പം തന്നെ പാടികൾ, അതായത് റാട്ടപ്പാടി ഉൾപ്പെടെയുള്ള മുണ്ടക്കയിലടക്കമുള്ള പാടികൾ, ഇവരൊന്നൊക്കെ ലിസ്റ്റിന് പുറത്താണ്. ഏതാണ്ട് 30 മീറ്റർ മാത്രം അകലെയാണ് ദുരന്ത സ്ഥലത്ത് നിന്ന് ഉള്ള പാടികളുണ്ട്, റാട്ടപ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. എന്താണ് ഇവരൊക്കെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ നിങ്ങളുടെ നിലപാട്? ഇവരൊക്കെ ഉൾപ്പെടുത്തണം. എന്തിനാ ഈ കേരളത്തിൽ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നല്ലേ കേരളശ്രീ അവാർഡ് അർഹമായ ഈ ഷൈജ ബേബി. ആ ഷൈജ ബേബി ഇപ്പോൾ ഈ ലിസ്റ്റിലില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ 9 ആളുകളാണ്, ഷൈജ ബേബിയുടെ കുടുംബത്തിൽപ്പെട്ട 9 ആളുകളാണ് മരണപ്പെട്ടത്. അവർക്കെല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. അവരിന്ന് വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക. ആ ഷൈജ ബേബി പോലും ലിസ്റ്റിലില്ല. എന്താ ഷൈജ ബേബി അറിയാത്ത ആളാണോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്? അവരെ അറിയാത്തതാണോ? എന്തുകൊണ്ട് അവർ അവരുടെ പേര് ഇതിൻ്റെ അകത്ത് വിട്ടുപോകാനുള്ള കാരണം? ലിസ്റ്റിൽ അപാകതയുണ്ടെന്ന് തന്നെയാണ് അംഗീകരിക്കുന്നത്. ലിസ്റ്റിൽ അർഹതപ്പെട്ട ആളുകളെ വീണ്ടും ഉൾക്കൊള്ളിച്ചിട്ടില്ല. അവിടെ ഞങ്ങളുടെ വിഷയം റവന്യൂ മന്ത്രി അറിയിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ഇക്കാര്യം റവന്യൂ മന്ത്രിക്ക് മുമ്പാകെ ഇത് ചൂണ്ടിക്കാട്ടുമെന്നുള്ളതാണ് CPIയുടെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. അനുജ, ശരി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസ പട്ടികയിൽ വ്യാപക അപാകതയുണ്ടെന്ന് CPIയും പറയുന്നു. ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമാണ് കണ്ടത്. പേരുൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ട് പട്ടികയിൽ ഇല്ലാത്തവരുടെ കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടുന്നു. ഇത് റവന്യൂ വകുപ്പിന്റെ വീഴ്ചയല്ല എന്നുകൂടി പറയുകയാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്. നിശ്ചയമായും ഇക്കാര്യം റവന്യൂ മന്ത്രി അറിയിക്കുമെന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. എറണാകുളം കളമശ്ശേരിയിൽ മെത്ത ഫാക്ടറിയുടെ ഗോഡൌണിൽ വൻ തീപിടുത്തമുണ്ടായി. ഗോഡൌൺ പൂർണ്ണമായി കത്തിനശിച്ചു. സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ ആളിപ്പടർന്ന് കേടുപാടുണ്ടായി. രാവിലെ 10:30 സീപോർട്ട് എയർപോർട്ട് റോഡിൽ കളമശ്ശേരി തോഷിബ ജംഗ്ഷന് സമീപമാണ് തീപിടുത്തം. വലിയ ശബ്ദം കേൾക്കുകയും ഗോഡൌണിൽ തീ ആളിപ്പടരുകയും ചെയ്തു. ഗോഡൌൺ പൂർണ്ണമായും കത്തി നിലം പതിച്ചു. 2 വാഹനങ്ങൾ കത്തിനശിച്ചിട്ടുണ്ട്. ഗോഡൌണിൽ നിന്ന് വലിയ പൊട്ടിത്തെറി ശബ്ദങ്ങളുണ്ടായി. ധാരാളം വീടുകളുള്ള പ്രദേശത്താണ് ഗോഡൌൺ പ്രവർത്തിച്ചിരുന്നത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. എങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സമീപത്തെ കെട്ടിടത്തിലെ കുടിവെള്ള വിതരണ കേന്ദ്രത്തിലേക്ക് തീ പടർന്നത് ആശങ്കയ്ക്കിടയാക്കി. കൂടുതൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. KSEB ഹൈടെൻഷൻ ലൈൻ പൊട്ടിവീണതിനെ തുടർന്നാണ് തീപിടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കൂടംകുളത്ത് നിന്ന് വൈദ്യുതി കൊണ്ടുവരുന്ന പ്രധാന ലൈനാണ് പൊട്ടിവീണത്. 24 കൊച്ചി.
മുംബൈയിൽ നിന്ന് കണ്ടെത്തിയ മലപ്പുറം താനൂർ സ്വദേശികളായ 2 വിദ്യാർത്ഥിനികളെ പോലീസ് നാട്ടിലെത്തിച്ചു. പെൺകുട്ടികളെ മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തും. പെൺകുട്ടികളെ നാട് വിടാൻ സഹായിച്ച ഇടവണ്ണ സ്വദേശി റഹീം അസ്ലമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗരീബ് രഥ് എക്സ്പ്രസിൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് കുട്ടികളുമായി പോലീസ് സംഘം തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. കുട്ടികളെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തും. കൗൺസിലിംഗിന് ശേഷം വീട്ടുകാർക്കൊപ്പം വിടും. കുട്ടികൾക്ക് എങ്ങനെയാണ് പണം കിട്ടിയത്, നാടുവിടാനുള്ള കാരണം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനിടെ കുട്ടികൾക്കൊപ്പം കോഴിക്കോട് നിന്നും മുംബൈയിലേക്ക് യാത്ര ചെയ്ത റഹീം അസ്ലമിനെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കുട്ടികളെ റഹീം അസ്ലം സഹായിച്ചത് എങ്ങനെയെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. കുട്ടികളുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയായിരിക്കും യുവാവിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്ന കാര്യം പോലീസ് തീരുമാനിക്കുക. 24 തിരൂർ. ഇപ്പോൾ വരുന്നൊരു വാർത്ത. എറണാകുളം നേര്യമംഗലത്ത് നിർമ്മാണത്തിലിരുന്ന കോൺക്രീറ്റ് കെട്ടിടം തകർന്നു വീണു. സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ നിർമ്മിക്കുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. രാഹുൽ വിജയൻ സംഭവ സ്ഥലത്ത് നിന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി. രാഹുൽ, തൊഴിലാളികളൊക്കെ ഉള്ള സമയത്തായിരുന്നു ഇങ്ങനൊരു അത്യാഹിതം ഉണ്ടായത്. ആർക്കെങ്കിലും പരുക്കുണ്ടോ? അനുജ, ഈ നേരിമംഗലത്തുണ്ടായ അപകടത്തിൽ വൻ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന സമയത്ത് ഈ തൊഴിലാളികളെല്ലാം കാപ്പി കുടിക്കാനായി പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ തൊഴിലാളികൾക്കൊന്നും പരിക്കില്ലാതെ അവർ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുമായിരുന്ന അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് ഒരു കാരണവശാലും നമുക്ക് പറയാൻ കഴിയില്ല. ഏകദേശം 50-ലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു കെട്ടിടമാണ്. കമളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിൽ നിർമ്മിക്കുന്ന ഒരു ആയുർവേദ സ്പായാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം 17 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു കെട്ടിടമാണ്. 35,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന ഒരു കെട്ടിടമാണ്. അതിൻ്റെ യാതൊരു വിധത്തിലുള്ള ഒരു ബലവും ഇല്ലാത്ത രീതിയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഈ കോൺക്രീറ്റ് പാളികളൊക്കെ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ബീമൊക്കെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഇതിനകത്ത് ഇട്ടിരിക്കുന്ന കമ്പികൾ, അതുപോലെ തന്നെ കോൺക്രീറ്റൊക്കെ ചുമ്മാ പൊടിഞ്ഞു പോകുന്ന രീതിയിലാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതിനു ശേഷം ഈ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം ആ ഒരു അപകടം എത്രത്തോളം തീവ്രമായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷം വലിയ തരത്തിൽ, അതായത് കോൺഗ്രസ് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കരാർ കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ഒരു നിർമ്മാണ കമ്പനിക്കാണ്. അത് അനധികൃതമായി നൽകിയ കരാറാണ്. അവർ ഈ അഴിമതി നടത്തുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു കരാർ നൽകിയതെന്നടക്കമുള്ള വലിയ ആക്ഷേപം ഉയരുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഇത്തരം ഒരു സാഹചര്യം കൂടി ഉണ്ടായപ്പോഴേക്കും വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ കെട്ടിടം ഇടിഞ്ഞു വീണിരിക്കുകയാണ്. വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്. അതെ, വലിയ അപകടം. ഇവിടെ 50-ലധികം തൊഴിലാളികൾ ചായ കുടിക്കാൻ പോകുന്ന സമയത്താണ് ഈ കെട്ടിടം ഇപ്പോൾ ഇതുപോലെ മറിഞ്ഞാടിയിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം ഈ കരാറ് കമ്പനിക്ക് കൊടുത്തപ്പോൾ തന്നെ ഞങ്ങൾ വലിയ ആരോപണം അന്ന് ഈ കാര്യത്തിൽ നമ്മൾ ഉന്നയിച്ചതാണ്. എത്ര കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന കെട്ടിടമായിരിക്കും ഇത്? ഏകദേശം 30-ലധികം കോടി രൂപയാണെന്നാണ് നമുക്ക് പ്രാഥമികമായി കിട്ടിയ വിവരം. ഇത് 2-3 സെക്ഷനായിട്ടാണ് ഈ സംഭവം കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് 17 കോടി രൂപയോളം വരുന്ന ഒരു ബിൽഡിംഗാണിത്. 35,000 സ്ക്വയർ ഫീറ്റ് വരുന്നതാണ്. അന്നേ നമ്മൾ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഈ നിർമ്മാണ കമ്പനി ഒരു കടലാസ് കമ്പനിയാണ്. അത് ഇവരുടെ ബിനാമി കമ്പനിയാണ്. കോഴിക്കോടുള്ള മലബാർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഇവർ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇതിൻ്റെ ടെൻഡർ നടപടികൾ, ടെൻഡർ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇത് കൊട്ടേഷൻ മേടിച്ചുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണത്തിന് ഈ കമ്പനിയെ ഏൽപ്പിച്ചു. അത് തന്നെ വലിയ അഴിമതിയാണ്. അത് അന്ന് തന്നെ നമ്മൾ വളരെ വ്യക്തമായി ഇവിടെ പത്രസമ്മേളനം വിളിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ പൊതുജനങ്ങളെ അറിയിച്ചതാണ്. രേഖാമൂലം നമ്മൾ ഇതിൻ്റെ ബന്ധപ്പെട്ട സഹകരണ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിലും മന്ത്രിക്കടക്കം നമ്മളന്ന് പരാതി കൊടുത്തിരുന്നതാണ്. അതാണ് വലിയ തരത്തിലുള്ള അഴിമതി ആരോപണം ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. CPM-ന്റെ നിയന്ത്രണത്തിലുള്ള കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കാണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ ഇതിന്റെ കോൺക്രീറ്റ് പാളികൾ, അതായത് ബീമുകളും അതുപോലെ തന്നെ ഈ പില്ലറുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ അടിഭാഗത്തു നിന്നും നടുക്കുന്നും എല്ലാ ഭാഗത്തു നിന്നത് തുരുതുരായി ഇങ്ങനെ ഒടിഞ്ഞ് അങ്ങ് വീണിരിക്കുകയാണ്. അതായത് കട്ട കെട്ടി ഉയർത്തിയതാണ്. ഇതിന് മുകളിൽ ഇതിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ആ കോൺക്രീറ്റും കൂടെ വരുന്ന നമുക്ക് ഈ അപകടം ഉണ്ടായതിനു ശേഷം രാഹുൽ ഇതിന്റെ കരാറുകാരോടോ കോൺട്രാക്ടറോടോ ഒക്കെ സംസാരിക്കാൻ കഴിഞ്ഞോ? അവരെന്തെങ്കിലും പറയുന്നുണ്ടോ?
ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രതികരണവും ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളോ നമുക്ക് ലഭിച്ചിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല. ഇതിൽ നമ്മൾ അല്പസമയം മുമ്പ് അവർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇത് കോൺക്രീറ്റ് കെട്ടിടമാണ്, ഇടിഞ്ഞു വീണതാണെന്ന് മാത്രമാണ് ഒരു പ്രതികരണം നടത്തിയിട്ട് അവരങ്ങ് പോവുകയും ചെയ്തിട്ടുള്ളത്. കൂടുതൽ പ്രതികരണത്തിലേക്ക് അവർ പോവുകയും ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഈ കട്ടകൾ ഇങ്ങനെ അടുക്കി വെച്ചിരുന്നത്, അതായത് കട്ട കെട്ടി ഉയർത്തിക്കൊണ്ടുപോയിരുന്ന, അതായത് പില്ലറുകൾ വാർത്തതിന് ശേഷം കട്ട കെട്ടി ഉയർത്തിക്കൊണ്ടുപോയിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. അതിന്റെ മുകളിലേക്ക് ഇനിയും മേൽക്കൂര ഉൾപ്പെടെ വരാനുണ്ടായിരുന്നു. മേൽക്കൂര കൂടി പണിതിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നതെങ്കിൽ അതൊരു വലിയ അപകടമായി മാറിയേനെ. ഏതായാലും തലനാരിഴയ്ക്ക് തൊഴിലാളികൾ രക്ഷപ്പെട്ടു. അവർ കാപ്പി കുടിക്കാൻ പോയ സമയത്താണ് നിർമ്മാണത്തിലിരുന്ന കോൺക്രീറ്റ് കെട്ടിടം നേര്യമംഗലത്ത് തകർന്നു വീണത്. സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ നിർമ്മിക്കുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. നേരത്തെ തന്നെ ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചതാണ്. ഇപ്പോൾ ആ കെട്ടിടം തകർന്നു വീണിരിക്കുന്നു. തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാനുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടരുന്നു. കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയിലും സ്വർണം പണയം വെച്ച പണമിടപാട് സ്ഥാപനത്തിലും അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. രണ്ടാം ദിവസത്തെ തെളിവെടുപ്പിലും അഫാന്റെ മുഖത്ത് ഭാവവ്യത്യാസമില്ല. പാങ്ങോട് സ്റ്റേഷനിൽ നിന്ന് അഫാനെ ആദ്യം എത്തിച്ചത് കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ വെഞ്ഞാറമൂട് നഗരത്തിലെ ഹാർഡ്വെയർ ഷോപ്പിൽ. കടയുടമ അഫാനെ തിരിച്ചറിഞ്ഞു. പിന്നാലെ കൊലപാതക ശേഷം പിതൃമാതാവ് സൽമാ ബീവിയുടെ മാല പണയം വെച്ച പണമിടപാട് സ്ഥാപനത്തിലും തെളിവെടുപ്പിന് എത്തിച്ചു. അഫാൻ സ്ഥിരമായി ഈ സ്ഥാപനത്തിൽ സ്വർണം പണയം വെക്കാറുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പിന്നാലെ പോലീസ് അഫാനെ പാങ്ങോട് സ്റ്റേഷനിൽ തിരികെ എത്തിച്ചു. തിരുവനന്തപുരം റൂറൽ SP KS സുദർശൻ പാങ്ങോട് സ്റ്റേഷനിലെത്തി അഫാനെ ചോദ്യം ചെയ്തു. ഇന്നലെ പേരുമലയിലെ വീട്ടിൽ അഫാനുമായി തെളിവെടുപ്പ് നടത്തിയപ്പോൾ അഫാൻ പുതിയ ചില കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞതായാണ് സൂചന. ഇതിൽ വ്യക്തത വരുത്താനാണ് കൂടുതൽ ചോദ്യം ചെയ്യലെന്നും വിവരമുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ അഫാനെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് ഈ പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. വെഞ്ഞാറമൂട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2 കേസുകളിലേക്ക് കൂടി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ബാക്കി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഓൾറെഡി അതിൻ്റെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച പ്രതിയെ നമ്മൾ മറ്റ് കേസുകളിലേക്കും കൂടി കസ്റ്റഡി എടുക്കുന്നതായിരിക്കും. മറ്റ് 4 കൊലപാതക കേസുകളിൽ അഫാനെ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. 24 തിരുവനന്തപുരം. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മരിച്ച ഷൈനിയുടെ മൊബൈൽ ഫോൺ കാണാനില്ല. മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കി. ഷൈനിയുടെ മാതാപിതാക്കളിൽ നിന്ന് വീണ്ടും മൊഴിയെടുത്തേക്കും. മരിക്കുന്നതിന് മുൻപ് ഭർത്താവ് നോബി ഷൈനിയെ വിളിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഷൈനിയുടെ മാതാപിതാക്കളും ഇത് തന്നെ ആവർത്തിക്കുന്നു. എന്നാൽ ഷൈനി ഉപയോഗിച്ചിരുന്ന ഫോൺ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നിലവിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഷൈനിയുടെ വീട് തന്നെയാണ് കാണിക്കുന്നത്. അതിനാൽ വിശദമായ പരിശോധന പോലീസ് നടത്തുകയാണ്. ഫോൺ എവിടെയെന്നറിയില്ല എന്നാണ് മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന മൊഴി. ഇവരുടെ വിശദമായ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആരെങ്കിലും ബോധപൂർവം ഫോൺ മാറ്റിയതാണോ എന്നും പോലീസിന് സംശയമുണ്ട്. സംഭവം നടന്ന സ്ഥലത്തും പോലീസ് വിശദമായ പരിശോധന നടത്തിയിരുന്നു. ഭർത്താവ് നോബിയുടെ മൊബൈൽ ഫോൺ പോലീസിന്റെ പക്കലുണ്ട്. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഭർത്താവിൽ നിന്നും ക്രൂരപീഡനം നേരിട്ടെന്ന് ഷൈനി സുഹൃത്തിനയച്ച മെസ്സേജും ഈ ഫോണിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കേസിൽ നിർണായക തെളിവാണ് ഷൈനിയുടെ മൊബൈൽ ഫോൺ. 24 കോട്ടയം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പരിസ്ഥിതി സൗഹാർദ്ദപരമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി കൊച്ചി അമൃത വിശ്വവിദ്യാപീഠത്തിൽ ത്രിദിന അന്താരാഷ്ട്ര ഉച്ചകോടി. പരിസ്ഥിതി നാശോന്മുഖമാക്കുന്ന വികസന പദ്ധതികൾക്ക് ബദൽ പരിസ്ഥിതി സൗഹൃദ വികസന പദ്ധതികൾ തന്നെയെന്ന് ഉച്ചകോടി വിലയിരുത്തി. ലോകത്ത് വികസനം സുസ്ഥിരമാകണമെങ്കിൽ അത് പരിസ്ഥിതി സൗഹാർദ്ദപരമായിരിക്കണമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി, മാതൃഭൂമി PR വൈസ് പ്രസിഡന്റ് PV മിനി, മണ്ണുത്തി കേരള കാർഷിക സർവകലാശാല പ്രൊഫസറും അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷനുമായ ഡോക്ടർ ശ്രീവത്സൻ J. മേനോൻ, അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി ക്യാമ്പസ് ഡയറക്ടറും ഡീനുമായ ഡോക്ടർ U. കൃഷ്ണകുമാർ, അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിലെ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് റിസർച്ച് ഇൻ ആയുർവേദ ഡയറക്ടർ ഡോക്ടർ P. റാം മനോഹർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് ലഹരി മാഫിയ വേരുറപ്പിച്ചത് കലാലയ രാഷ്ട്രീയത്തിലൂടെയാണെന്നും മയക്കുമരുന്ന് മാഫിയയെ കേരളത്തിൽ സജീവമാക്കിയത് സിനിമാ മേഖലയാണെന്നും സ്വാമി ഹിമവൽ ഭദ്രാനന്ദ.
ഇപ്പോൾ നടക്കുന്ന ലഹരിവേട്ട പ്രഹസനമാണ്. ഈ രീതി തുടർന്നാൽ കേരളത്തിൽ ലഹരി മാഫിയ പിടിമുറുക്കും. സ്ത്രീകൾക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ സാധിക്കാത്ത വിധത്തിലുള്ള ദുരവസ്ഥയാണ് കേരളത്തിലെന്നും സ്വാമി ഹിമമൽ ഭദ്രാനന്ദ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്ത്രീകൾക്ക് പുറത്തിറങ്ങി കിടക്കാൻ പറ്റുന്നില്ല, അമ്മമാർക്ക് കിടക്കാൻ പറ്റുന്നില്ല, സഹോദരിമാർക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല. മക്കൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ ഭീകരമായുള്ള ഒരു അവസ്ഥയിലൂടെ ചിന്തിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും മലയാളി മുന്നോട്ട് പോകുന്നത്. പണ്ട് റിപ്പർ ചന്ദ്രനെയും റപ്പായിനെയൊക്കെ പേടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ സ്വന്തം മക്കളെ തന്നെ എങ്ങനെ കാണണമെന്ന് മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെ 1950 ടിബറ്റനിൽ ചൈന പ്രയോഗിച്ച ഒരു രീതിയുണ്ട്. ടിബറ്റൻ ഏരിയയിലെ ആൾക്കാരെ എല്ലാം ആ വംശത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ചൈന ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്തതുപോലെ ഈ കേരളത്തിൻ്റെ യുവതലമുറയെ ഇല്ലാണ്ടാക്കാൻ ഏത് ശക്തിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ളത് സർക്കാർ കണ്ടെത്തണം. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.